ഇപ്പോൾ നമ്മോടൊപ്പം യു ഡി എഫിൻ്റെ കോട്ടയം ജില്ലാ ചെയർമാൻ കൺവീനറുമായിട്ടുള്ള ഫിൽസൺ മാത്യൂസാണ് ചേരുന്നത്. ഈ ഫിൽസൺ മാത്യൂസ് പുതുപ്പള്ളി മണ്ഡലംകാരനും കൂടിയാണ്. ദീർഘകാലം ഉമ്മൻചാണ്ടിയോടൊപ്പം പ്രവർത്തിച്ച ഒരു പാരമ്പര്യം കൂടിയുണ്ട്. അതുപോലെ ജില്ലയിലെ പ്രമുഖ കോൺഗ്രസിൻ്റെ നേതാവ് കൂടിയാണ് അദ്ദേഹം. ചേട്ടാ, ഇന്നിപ്പോൾ കൗണ്ടിങ് തുടങ്ങിയാണ്. എങ്ങനെയാണ് യു ഡി എഫിൻ്റെ ഒരു വിശ്വാസം? 2 ദിവസമായിട്ട് കാണുന്ന വാർത്തകളെല്ലാം ഭൂരിപക്ഷം സംബന്ധിച്ചുള്ള തർക്കമേ ഉള്ളല്ലോ. ഒരു മാധ്യമവും മത്സരത്തെക്കുറിച്ച് ആര് ജയിക്കുമെന്ന് 2 ദിവസമായി ചോദിക്കുന്നില്ല. അതുതന്നെ ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും. അത് ആ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. എന്തെല്ലാമാണ് ഒരു അനുകൂല ഘടകമായി കാണുന്നത്? അനുകൂല ഘടകങ്ങൾ പറഞ്ഞത്, ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ 53 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രാതിനിധ്യം ഈ പ്രദേശത്തെ അദ്ദേഹം പ്രതിനിധാനം ചെയ്തു. അത് എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ വികസന കാര്യങ്ങളെല്ലാം എല്ലാ വോട്ടർമാരും അവരുടെ മനസ്സിലുണ്ട്. 2, ഈ സർക്കാരിനെതിരെയുള്ളൊരു വിധിയെഴുത്ത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെ പേർക്ക് ഞങ്ങൾ പുതുപ്പള്ളിക്കാർ വോട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ സർക്കാർ കാണിച്ച ജനവിരുദ്ധ നടപടികൾ, വീട്ടിലുള്ള വീട്ടമ്മമാർ പോലും ഒരു പ്രത്യേക നിർദ്ദേശം കൂടാതെ ഇറങ്ങി വോട്ട് ചെയ്യും ഈ സർക്കാരിനെതിരെ. ആ ഒരു സാഹചര്യമുണ്ട്. ബാക്കിയുള്ള പൊതുഘടകങ്ങളൊക്കെ യു ഡി എഫിന് അനുകൂലമാണ്. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും, ഒരു സംശയമില്ല. ഈ കഴിഞ്ഞ തവണത്തേക്കാളും ഈ പെർസെൻറ്റേജ് കുറഞ്ഞത് യു ഡി എഫിനെ ഏതെങ്കിലും രീതി ബാധിക്കുമോ? അത് തികച്ചും സാങ്കേതികമാണ്. ഞങ്ങളുടെ കണക്കനുസരിച്ച് അത് കുറഞ്ഞിട്ടില്ല. ഇത് 2021 അതേ വോട്ടർ പട്ടികയാണ്. അതിനുശേഷം ഞങ്ങളുടെ കണക്ക് പരിശോധിച്ചപ്പോൾ 8500-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവരെ ഒന്നും ഇതിൽ നിന്ന് നീക്കം ചെയ്തിട്ടില്ല. കഴിഞ്ഞ തവണത്തേക്കാൾ 2000 വോട്ട് കൂടുതൽ പോൾ ചെയ്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ പേഴ്സൻറ്റേജ് കുറവ് എന്നുള്ളത് തികച്ചും സാങ്കേതികമായ ഒരു കണക്കാണ്. ഇപ്പോൾ വോട്ടെണ്ണി തുടങ്ങുകയാണ്. നിങ്ങളുടെ ഒരു കണക്കിൽ, അല്ലെ യു ഡി എഫിൻ്റെ ഒരു കണക്കിൽ ഭൂരിപക്ഷം എത്രമാത്രം ഉണ്ടാവും? ഇനിയും ഒരു സ്പെക്കുലേഷനുള്ള സമയമില്ല. 2 മണിക്കൂറിനെങ്കിൽ നമുക്ക് വിവരം അറിയാം. അതുകൊണ്ട് ഇനിയൊരു എണ്ണത്തെക്കുറിച്ചോ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും, ഒരു സംശയവും വേണം. ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉള്ള ഭൂരിപക്ഷം ലഭിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ആദ്യം ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഇത് വിജയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആർക്കും തന്നെ ഒരു സംശയം ഉണ്ടാകത്തില്ല. ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു സംശയത്തിൽ നിൽക്കുന്നത്. എത്ര വരും, കുറയുമോ കൊള്ളുമോ? ഏതെങ്കിലും കാരണവശാൽ ഭൂരിപക്ഷം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു വീഴ്ചയായി മാറത്തില്ല. ചെറിയ മാർജിനിലാണ് ജയിക്കുന്നതെങ്കിൽ പോലും അതൊരു പരാജയമായിരിക്കില്ലേ? അല്ല, അങ്ങനല്ലല്ലോ. ഒരു വോട്ടിനാണെങ്കിലും ജയിക്കുന്നത്. അതെ, സാങ്കേതികമായി ഒരു വോട്ടിന് കേരള നിയമസഭയിൽ 200 വോട്ടിൽ താഴെ ജയിച്ച 9 പേരോ മറ്റോ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അതിലേക്കൊന്നും ചർച്ച ഇപ്പോൾ അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. വിജയം തന്നെ. പക്ഷേ നല്ല ഭൂരിപക്ഷം ലഭിക്കും, ഭൂരിപക്ഷം കുറയത്തില്ല. എന്താണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ, അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാൾ ഒക്കെ ഭൂരിപക്ഷം വലിയ വർധനവുണ്ടാകും, ഒരു സംശയം വേണ്ട. 2011 ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത്. 33,255 വോട്ടോളം. അത് കവർ ചെയ്യും എന്നൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, അതിനുള്ള വർക്കാണ് ഞങ്ങൾ ചെയ്തത്. അതിനപ്പുറം കടക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ സഭ, അതുപോലെ തന്നെ മറ്റ് സമുദായം, അതെല്ലാം നമ്മൾ പ്രതീക്ഷ രീതിയിൽ തന്നെ പോൾ ചെയ്തിട്ടുണ്ടോ വോട്ട് നമുക്ക് അനുകൂലമായി? അതിനകത്ത് ഞങ്ങൾ ആ ഘടകങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾ കമൻറ്റ് ചെയ്യുന്നില്ല. കാരണം അങ്ങനെയുള്ള വിഷയങ്ങളല്ല ഇതിൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം. ഞങ്ങൾക്കും കൂടെ താല്പര്യമുള്ള വിഷയങ്ങളാണ്. ഒന്ന്, ഈ സർക്കാരിനെതിരെയുള്ള ജനങ്ങളുടെ നിലപാട്, യു ഡി എഫിൻ്റെ ഒരു വികസന കാഴ്ചപ്പാട്, യു ഡി എഫിന് അനുകൂലമായ പൊതുവെയുള്ള ആളുകളുടെ മനോഭാവം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞങ്ങൾ മത്സരിച്ചത്. ഇടതുപക്ഷം തുടക്കം മുതൽ ഒരു പ്രചരണ വിഷയം എന്ന് പറയുന്നത് മണ്ഡലത്തിൽ മറ്റ് മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ മണ്ഡലം വളരെ വികസനത്തിൽ പിന്നോക്കമാണെന്നുള്ളതാണ്. അത് ഏതെങ്കിലും രീതിയിൽ ബാധിച്ചിട്ടുണ്ടോ? ഒരു കാരണവശാലും ബാധിച്ചിട്ടില്ല. അവർ ഏത് മണ്ഡലമാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല ഈ താരതമ്യം ചെയ്തത്. അത് ധർമ്മടമാണോ മലമ്പുഴയാണോ ഏതാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ താരതമ്യത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം ഉമ്മൻചാണ്ടി 12 പ്രാവശ്യം വിജയിച്ചത് ഓരോന്നും തെരഞ്ഞെടുപ്പിലൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രാവശ്യം പോലും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല, നോമിനേഷനും അല്ലായിരുന്നു. ഓരോ തെരഞ്ഞെടുപ്പിലും ഈ കാര്യങ്ങൾ വികസനം ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ 2.5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രം അങ്ങനെ ഒരു പുതിയ ചർച്ച എന്ന് ഞങ്ങൾ കരുതുന്നില്ല.